ബഹുമാന്യനായ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ഹനീഫ കുരിക്കളകത്ത്, വേദിയിലിരിക്കുന്ന പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ബഹുമാന്യരെ, സദസ്സിലിരിക്കുന്ന ദൈവത്തിന്റെ വരദാനമായ മക്കളെ, അതുപോലെ പിരിശ കൂട്ടായ്മയുടെയും സ്നേഹതീരത്തിന്റെയും അംഗങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ടവർ, ഇതെന്തായാലും ഒരു വേറിട്ട ഒരു പരിപാടിയാണ്. ശാന്തിദീപം സ്കൂളിൽ ഒരുപാട് പരിപാടികൾ ഇതുപോലുള്ള സംഘടനകളും അതുപോലെ മറ്റുള്ള ഗൾഫ് കൂട്ടായ്മയും ഒക്കെ, വിദേശ കൂട്ടായ്മയും ഒക്കെ നമുക്ക് ഇവിടെ പരിപാടി നടത്താറുണ്ട്. അപ്പൊ ഞാനിവിടെ കയറി വന്നപ്പോ തന്നെ ഒരു പറ്റം അമ്മമാർ അടുക്കള കൈയടക്കി അവിടെയുള്ള പണികളൊക്കെ, പാത്രം കഴുകുന്നു, മറ്റുള്ള പണി ചെയ്യുന്നു, എല്ലാം ചെയ്യുന്ന ഒരു പറ്റം അമ്മമാരെയാണ് കണ്ടത്. അത് ശരിക്കും ഒരു പിരിശക്കൂട്ടായ്മ തന്നെയാണ്. നമ്മൾ ഇവിടെ വന്ന് കുട്ടികൾക്ക് ഒരു ആദരവ് കൊടുത്ത് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് പിരിഞ്ഞു പോയാൽ നമുക്ക് ഇവരുമായിട്ട് അടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ദിവസം നമ്മൾ ഇവരെ നമ്മൾ പിക്നിക്കിന് കൊണ്ടുപോയ ഒരു അനുഭവമാണ് ഇവിടുത്തെ മക്കൾക്കുള്ളത്. ഇവിടെ നിന്ന് വിട്ടുപോയിട്ടില്ലെങ്കിലും നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ആടിയും പാടിയും അവരുടെ ആട്ടവും പാട്ടവും കണ്ടുകൊണ്ടും നമ്മൾ അവരുമായിട്ട് ഇണങ്ങി ചേർന്നുകൊണ്ട് ദൈവത്തോട് ഒരു പടി കൂടി അടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു ദിവസം നമ്മൾ ചെലവഴിക്കാൻ, ഈ സ്നേഹധീരവും അതുപോലെ പിരിശക്കൂട്ടായ്മയും കാണിച്ച ഈ സന്മനസ്സിനും, ഈ ഔദാര്യം എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു മനസ്സിന്, തന്മനസ്സിന് ദൈവത്തിന്റെ കരങ്ങളിൽ ഒരുപാട് നന്മ, ഇനിയും ഇവർക്ക് ഇതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സർവശക്തനായ ദൈവം, അല്ലാഹു, അല്ലെങ്കിൽ ക്രിസ്തു, അതുപോലെ കൃഷ്ണ ഭഗവാൻ, എല്ലാവരും വിശ്വസിക്കുന്ന എല്ലാ കൂട്ടായ്മയിൽ മതങ്ങളില്ല, ജാതിയില്ല എന്നൊക്കെ പറഞ്ഞു. അതുപോലെ എല്ലാവരും വിശ്വസിക്കുന്ന ഏക ദൈവം, നമ്മളെ ഇപ്പം ഈ 3 പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും കൂടെ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടായ്മ. ദൈവം ഒന്നാണ്. നമ്മളൊക്കെ ഒരു അച്ഛന്റെയും ഒരമ്മയുടെയും മക്കളായി പിറന്ന് പല ഉദരത്തിലൂടെയും പല വഴികളിലൂടെയും ഒക്കെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ എത്തി. അപ്പൊ അത് പല ജാതിയിൽപ്പെട്ടു, പല മതത്തിൽപ്പെട്ടു, പല വിഭാഗങ്ങളായിക്കൊണ്ട് പരസ്പരം സ്നേഹം പകർന്നുകൊണ്ടും അതുപോലെ കലഹിച്ചുകൊണ്ടും പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടും ഒക്കെ നമ്മളിപ്പോ ഇന്ന് നിൽക്കുന്നു. പക്ഷേ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ സ്വാഗത ഭാഷകൻ സൂചിപ്പിച്ചതുപോലെ, നമുക്കിവിടെ ദൈവത്തിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന, ദൈവത്തിന്റെ കരങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ശാന്തിദീപത്തിലുള്ള അന്തേവാസികൾ, അല്ലെങ്കിൽ ശാന്തിദീപത്തിലുള്ള മക്കൾ. അവരോടൊപ്പം തന്നെ ഇവിടെ അവരുടെ അമ്മമാരുണ്ട്. ഇവരെ പരിചരിക്കുന്ന കുറെ കുട്ടികളുടെ അമ്മമാർ ഇവിടെ നിസ്തുലമായ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ജലറാണി ടീച്ചർ തന്നെ അതുപോലെ ഒരു അമ്മയാണ്. അപ്പൊ ആ അമ്മമാരുടെയും ഒക്കെ ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ മുൻകാലങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു കുട്ടികളെ, അല്ലെങ്കിൽ ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടായാൽ പുറം ലോകം കാണിക്കാറില്ല രക്ഷിതാക്കൾ. പല വീടുകളിലുമുള്ള അനുഭവം തന്നെയാണ് ഇവിടെ സംസാരിച്ചത്. അപ്പൊ അങ്ങനെ പുറലോകം കാണിച്ചാൽ എന്താ, ഒന്നിക്കൽ നല്ല ഒരു ആലോചന വരില്ല പെൺമക്കൾക്ക്. അതുപോലെ സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ അത് താഴ്ത്തിക്കെട്ടേണ്ടി വരും, അല്ലെങ്കിൽ നമ്മള് താഴ്ന്നു നിൽക്കേണ്ടി വരും എന്നുള്ള ഒരു വിശ്വാസം കുറെ കാലം മുമ്പേ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് രക്ഷിതാക്കൾ തന്നെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സ്കൂളുകളും അതുപോലെ സ്ഥാപനങ്ങളും ഒക്കെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് എത്രത്തോളം വളരാമോ, എത്രത്തോളം സമൂഹത്തിന്റെ മുന്നിൽ അവരെ സമൂഹത്തിലെ സമൂഹ ജീവിയായി അവരെ മാറ്റിയെടുക്കാൻ, സമൂഹത്തിലെ ഒരംഗമായി അവരെ കൊണ്ടുവരാൻ അതിന് ഒരുപാട് പരിശ്രമിക്കുന്ന ഇതുപോലെ ഉള്ള സ്ഥാപനങ്ങളും അതുപോലെ രക്ഷിതാക്കളും നമുക്കുണ്ട്. എല്ലാ സ്ഥാനങ്ങളിലും അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ സ്ഥാനങ്ങളിലും അവർ ഇന്ന് കൈയടക്കി കഴിഞ്ഞു. ഇപ്പൊ പറഞ്ഞല്ലോ ഇവിടെ ഒളിമ്പ്യൻ ചെയ്യുന്ന, നമ്മളിപ്പോ ഇവിടെ കണ്ടു, അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു കുട്ടി ഹായ് പറഞ്ഞപ്പോ അവൻ ഹായ് പറഞ്ഞു, അവൻ ഒരു ഒളിമ്പ്യനാണ്. അപ്പൊ ആ നിലയിൽ എല്ലാ തരത്തിലും ഒരു വീട്ടിലായാലും അതല്ലെങ്കിൽ സമൂഹത്തിലായാലും അല്ലെങ്കിൽ സ്ഥാപനത്തിലായാലും ആ കുട്ടികൾ സ്വന്തം കാര്യം ചെയ്യാൻ പരിശീലിക്കുന്നു. അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഇവിടെയുള്ളവർ അതിന് പരിശീലനം നൽകിക്കൊണ്ട് അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ മുന്നേറുന്നു.
ഒട്ടും പിറകിലല്ല. നമ്മളെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെക്കാളും മുന്നിൽ ആണ് അവർ, ഒട്ടും പിറകിലല്ല. അപ്പൊ ഇങ്ങനെയുള്ള സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ ഇതുപോലുള്ള കൂട്ടായ്മകൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതുപോലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ നിർവഹിക്കാൻ ഈ കൂട്ടായ്മക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ പിരിശ കൂട്ടായ്മയെ ഒരുപാട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഒപ്പം ഞാനും ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അവര് ഈ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ആ കർമ്മം അവരുടെ അഭാവത്തിൽ ഔദ്യോഗികമായ കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.